ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് കിഴക്കമ്പലത്തെ ഒരു വില്ല പ്രോജക്റ്റാണ്. ഈ കാണുന്ന നിരയായിട്ടുള്ള വീടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വീട് തന്നെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. 4 സെൻറ്റ് 200 ലിങ്സ് ലാൻഡ് വരുന്നുണ്ട്. 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. വർക്ക് ഏരിയ കൂടാതെയാണ് ഈ സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഇനി നമുക്ക് കിഴക്കമ്പലത്തെക്കുറിച്ച് പറയാം. കിഴക്കമ്പലം പഞ്ചായത്തിൽ വരുന്ന നല്ലൊരു പ്രോജക്റ്റും കൂടിയാണ്. ഇവിടെ നിന്ന് നമുക്ക് പുക്കാട്ടുപടി ജംഗ്ഷനിലേക്കും ഈസി ആയിട്ട് പോകാൻ പറ്റും. അതുപോലെ കിഴക്കമ്പലം മാർക്കറ്റിലേക്കും പോകാൻ പറ്റുന്ന ഒരു മിഡിൽ പോർഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തൊട്ടടുത്തായിട്ട് ഇൻ്റർനാഷണൽ സ്കൂളുകളുണ്ട്, നല്ല ആരാധനാലയങ്ങളുണ്ട്, അതുപോലെ തന്നെ നല്ല ഹോസ്പിറ്റൽസും. സമരിറ്റൻ ഹോസ്പിറ്റൽ വളരെ അടുത്ത് തന്നെയാണ്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോകാം. ഈസി ആയിട്ട് ഇവിടെ നിന്ന് നമുക്ക് എയർപോർട്ടിലേക്ക് പോകാം. ഒരു 20 മിനിറ്റ്സിൻ്റെ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ്. മാത്രമല്ല ഇതിലേക്ക് വരുന്ന റോഡുകളാണെന്നുണ്ടെങ്കിലും BNBC നിലവാരത്തിലുള്ള മനോഹരമായിട്ടുള്ള റോഡുകൾ തന്നെയാണ്. ഇതിന് ഈ വില്ലയ്ക്ക് തന്നെ വീതിയുള്ള റോഡ് കൊടുത്തിട്ടുണ്ട്, ടൈല് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. ആദ്യം നമുക്ക് ഇതിൻ്റെ എലിവേഷൻ ഒന്ന് കാണാം. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നല്ല വായു, നല്ല വെള്ളം, സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റിയ നല്ല അന്തരീക്ഷമുള്ള നല്ലൊരു പ്രോജക്റ്റും കൂടിയാണ്. ഇനി വീടിൻ്റെ മതിലിലേക്ക് വരാം. ഭംഗിയായിട്ടാണ് ഇവിടെ മതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മേലെ നമുക്ക് ഗാർഡൻ ചെയ്യാനുള്ളൊരു സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ മണ്ണ് നിറച്ചിട്ട് നമുക്ക് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാവുന്നതാണ്. സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. 2 പില്ലറിലായിട്ട് ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. ഗേറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലുമാണ് ഗേറ്റ് വന്നുള്ളത്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ പോർച്ചിലാണ്. വലിയൊരു വാഹനം കടന്നു വീഴുന്ന രീതിയിൽ പോർച്ച് ഒരുക്കിയിട്ടുണ്ട്. ടൈല് വന്നിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഗ്രാസും വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്തേക്ക് വരാം. ഇവിടെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗം ചരലാണ് നിറച്ചിട്ടുള്ളത്. അതുപോലെ ഒരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഭാഗത്തേക്ക് വരാവുന്നതാണ്. ഇങ്ങനെ ഇവിടെയും വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം വണ്ടി 2 എണ്ണം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ 2 വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ പ്രധാന വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ വെല്ലാണ്. നല്ല കിണറാണ്. മാത്രമല്ല നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. അപ്പോൾ അത് ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്ക് KW വാട്ടർ കണക്ഷനും കൂടി അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട്. നല്ലോണം സ്പേസ് കൊടുത്ത് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് മതിൽ കൊടുത്തിട്ടുണ്ട്. ആ മതിലിന് വീതി കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗങ്ങളിലെല്ലാം ചെടിച്ചട്ടി വെച്ചിട്ട് നല്ല ചെടികളൊക്കെ വെച്ച് ഭംഗിയാക്കാവുന്നതാണ്. അപ്പുറത്ത് മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 3 മീറ്റർ സെറ്റ് ബാക്ക് വിടണം. അതുകൊണ്ട് നമുക്ക് ഇത്രയും സ്പേസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്നത് ഇതിൻ്റെ വർക്ക് ഏരിയ ആണ്. ഇതിലേക്കൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. നേരെ നമുക്ക് വീടിനകത്തേക്ക് വരാം. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്റ്റോൺ വർക്കാണ് ഈ കാണുന്നത്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കയറി വരുന്നിടത്ത് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു എലിവേഷൻ തന്നെയാണ് നമുക്ക് ഈ വീടിന് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. വീടിൻ്റെ ദർശനം വരുന്നത് നോർത്ത് സൈഡിലേക്കാണ്. നോർത്തിലേക്കാണ് വാതിൽ വെച്ചിട്ടുള്ളത്. അതായത് വടക്കോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. നമുക്ക് അകത്തേക്ക് കയറാം. 2 പീസ് ഡോറ് തന്നെയാണ് വന്നുള്ളത്. ഇങ്ങനെ ഭംഗിയുള്ളൊരു 2 പീസ് ഡോറ് വന്നിട്ടുണ്ട്. നേരെ ലിവിങ് സ്പേസിലേക്ക് വരാം. ഈ ഭാഗം വരുന്നത് പടിഞ്ഞാറ് വശമാണ്. അതായത് വെസ്റ്റ് സൈഡാണ്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 3 പാളി ജനലാണ് വന്നുള്ളത്. പിന്നെ ഒരു സീ ടൈപ്പിൽ നമുക്ക് ഇവിടെ സെറ്റീസ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരു 7 സീറ്ററിൻ്റെ സെറ്റ് നമുക്ക് ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യാം. 2 കോർണർ വീഴും. മാത്രമല്ല ഒരു ടീപ്പോയും കൂടി വെക്കുമ്പോൾ മനോഹരമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ TV യൂണിറ്റിലേക്ക് വരാം. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഭിത്തിയിൽ വാൾപേപ്പർ തന്നെയാണ് വന്നുള്ളത്. അതും ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുള്ളൊരു ലിവിങ് സ്പേസ് നമുക്ക് കിട്ടി. ഇനി ഡൈനിങ് സ്പേസിലേക്ക് വരാം. ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന എൻട്രൻസിൻ്റെ മേലെയും വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. പിന്നെ സ്റ്റെയറിനടിയിൽ പൂർണ്ണമായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇൻവെർട്ടറും മറ്റും വെക്കാൻ പറ്റും. സ്റ്റോറേജ് സ്പേസ് ആക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഡൈനിങ്ങിലേക്ക് വരാം. നല്ലൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്.
മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട്, പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡാണ്. 3 പാളി ജനലും വന്നിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഭംഗിയായിട്ടാണ് കൗണ്ടർ വാഷ് ബേസും സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കൗണ്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്, നാനോ വൈറ്റ് തന്നെയാണ്. മാത്രമല്ല സെറയുടെ ഫിറ്റിംഗ്സ് തന്നെ വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു വുഡിൻ്റെ ടെക്സ്ചർ വന്നിട്ടുണ്ട്. LED ലൈറ്റുകൾ വന്നിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ സൈഡിൽ ഭിത്തി വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്, ടൗൾ റാഡും മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വാഷ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു 6 സീറ്ററിൻ്റെ നല്ലൊരു ഡൈനിങ് ടേബിൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ വീഴുകയും ചെയ്യും. ഇനി നമുക്ക് കിച്ചണിലേക്ക് വരാം. നേരെ കിച്ചണിലേക്ക് വരാം. ആദ്യം നമ്മൾ കിച്ചൺ അല്ല പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് കിച്ചൺ അല്ലെങ്കിൽ വർക്ക് ഏരിയയിലേക്ക് പോവാം. വിശാലമായിട്ടുള്ളൊരു വർക്ക് ഏരിയ എന്ന് പറയുന്നില്ല, സെക്കൻഡ് കിച്ചൺ തന്നെ പറയാം. അത്ര ഭംഗിയായിട്ടാണ് വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 2 സൈഡിലും പോളികാർബണേറ്റ് ഷീറ്റ് വെച്ചിട്ട് മറച്ചിട്ടുണ്ട്. അപ്പോൾ ധാരാളം ലൈറ്റ് അകത്തേക്ക് വരികയും ചെയ്യും. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നല്ലൊരു സിങ്ക് വരുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ടാപ്പ് വരാനുണ്ട്. 2 സൈഡിലും തുറക്കാവുന്ന രീതിയിൽ ഗ്രില്ല് ഡോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വർക്ക് ഏരിയ തന്നെയാണ്. എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നമ്മുടെ വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സാധനങ്ങൾ നമുക്ക് കുക്ക് ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് ഈ നല്ലൊരു വർക്ക് ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ കിച്ചണിലാണ്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് തെക്ക് കിഴക്ക് ഭാഗത്താണ്, അതായത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് പാചകം ചെയ്യാവുന്ന രീതിയിൽ ഫുഡും ഹോബും ഒക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. നല്ല കളർ പാറ്റേണിലുള്ള കബോർഡുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ഹാൻഡിൽ വരുന്നുണ്ട്. മാത്രമല്ല PVC ലാമിനേഷനാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. താഴെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ്, അത് നാനോ വൈറ്റ് ഗ്രാനൈറ്റ് തന്നെയാണ് വന്നുള്ളത്. അതും നീറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പും വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂം കാണാം. നേരെ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് വന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. അപ്പം കിഴക്കോട്ട് നമുക്ക് ഹെഡ് പൊസിഷൻ വെച്ചിട്ട് ഒരു കിങ് സൈസ് ബെഡ് ഇടാൻ പറ്റും. 2 സൈഡിലും നമുക്ക് സൈഡ് ടേബിൾ കൊടുക്കാൻ പറ്റും. അത്രയും വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഏകദേശം ഒരു 12 അടി നീളവും 12 അടിയോളം വീതിയുമുണ്ട്. ഇതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ട് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീലിംഗ് ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പം നല്ല വലിപ്പമുള്ള ബെഡ്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഭംഗിയുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. 2 പാർട്ടായിട്ട് തുറക്കാവുന്നതാണ്. ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ്. വാഷ് ബേസും വന്നിട്ടുണ്ട്. മിറർ, ലൈറ്റ്, 3-വേ മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിരിക്കുകയാണ്. അതും സെറയുടെ തന്നെയാണ്. ഫുള്ള് മാറ്റ് ടൈൽ തന്നെയാണ് വന്നുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു എക്സോസ്റ്റിനുള്ള പോയിന്റും മറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോവാം. സ്റ്റെയർ വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്ന രീതിയിലാണ്. ക്ലോക്ക് വൈസ് കയറാവുന്ന രീതിയിൽ ഗ്രാനൈറ്റ് ആണ് വന്നുള്ളത്. ഇത് സ്ക്വയർ ട്യൂബാണ്. അതിൻ്റെ മേലെ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. നേരെ കയറാം. മേലെ കാണുന്ന വർക്ക് ആണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സീലിംഗ് വർക്ക് ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. സീലിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് മേലെ കയറാം. അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഈ കാണുന്നത്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ ബെഡ്റൂമിലാണ്. 12 അടി നീളം, 12 അടി വീതിയുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ. ഇതിൻ്റെയും ഹെഡ് പൊസിഷൻ നമുക്ക് കിഴക്കോട്ട് വെക്കാവുന്ന രീതിയിൽ 2 സൈഡ് ടേബിളൊക്കെ കൊടുത്ത് വലിയൊരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. താഴത്തെ അതേ ഫിറ്റിങ്സ് തന്നെയാണ്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, 3-വേ മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഹീറ്റിൻ്റെ പോയിന്റ്, എക്സോസ്റ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മാറ്റ് ടൈൽ തന്നെയാണ് വന്നുള്ളത്. ഫൈബർ ഡോർ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. ഈ ബെഡ്റൂമിന് പ്രത്യേകതയും കൂടിയുണ്ട്. നേരെ ബാൽക്കണിയിലേക്ക് ഒരു എൻട്രൻസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 12 അടി നീളവും 12 അടി വീതിയാണ്. മേലെ ഭംഗിയായിട്ട് സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം വെസ്റ്റ് കോർണറാണ്. ഇത് സൗത്ത് കോർണറാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. തെക്ക് പടിഞ്ഞാറ് വശമാണ്. നമുക്ക് തെക്കോട്ട് തലവെച്ച് കിടക്കാവുന്ന രീതിയിൽ, അതായത് സൗത്തിലേക്ക് ഹെഡ് പൊസിഷൻ കൊടുത്തിട്ട് സൈഡ് ടേബിളൊക്കെ കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്ന നല്ലൊരു ബെഡ്റൂം തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നല്ലൊരു കബോർഡും കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ അടക്കമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, 3-വേ മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിരിക്കുന്നതും സെറ തന്നെയാണ്. അപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളോടുകൂടിയ നല്ലൊരു ബാത്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ടൈൽ പാറ്റേൺ ഫുള്ള് മാറ്റ് തന്നെയാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആണ് ബാൽക്കണി.
മാത്രമല്ല സീലിംഗ് വർക്ക്, പ്രൊഫൈൽ ലൈറ്റ്, LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ വരുന്നത് സ്ക്വയർ ട്യൂബിൻ്റെ ഹാൻഡിലാണ് എന്നുള്ളത്. നല്ല രീതിയിൽ അതിനെയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണിയും നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോകുന്ന ഭാഗത്ത് തന്നെയായിട്ട് സൈഡിലായിട്ടൊരു സ്പേസിൽ നല്ലൊരു കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി ടേബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ ഒരു വിൻഡോസും വരുന്നുണ്ട്. മേലെയായിട്ട് വാൾപേപ്പറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരാം. കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയയാണ്. ഫുള്ള് സ്ക്വയർ ട്യൂബിൽ കവർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മിറർ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ഇതിന് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. വാട്ടർ ലൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റ് ലൈനും അവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. അലക്കി വിരിച്ച് ചെയ്തിടാൻ തന്നെ ധാരാളമാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് ഇങ്ങനെ കയറാം. കോൺക്രീറ്റിൽ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിശാലമായിട്ടുള്ള ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി യൂസ്ഫുൾ ആയിരിക്കും. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 63 ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിന് സ്ഥലം തന്നെ 4 സെൻറ്റും 200 ലിങ്സും ലാൻഡ് വരുന്നുണ്ട്. 1600 സ്ക്വയർ ഫീറ്റ് 3 BHK പ്ലസ് യൂട്ടിലിറ്റി. അത് മാത്രമല്ല എടുത്തു പറയേണ്ടത് സ്ക്വയർ ഫീറ്റിൽ പെടാതെ തന്നെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട്. 2 വാഹനങ്ങൾ പാർക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല വെള്ളം കിട്ടുന്ന കിണറും ഉണ്ട്. നല്ലൊരു പഞ്ചായത്തിൽ തന്നെയാണ് ഈ വീട് വരുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന വിലയാണ് 63 ലക്ഷം രൂപ. അത് ചോദിക്കുന്നതാണ്. മാത്രമല്ല നെഗോസിയേഷൻ ഉണ്ടാവും. ഇതെല്ലാം നിങ്ങളുടെ വീട് മാത്രം കാണിക്കുക മാത്രമല്ല, ഇതിൻ്റെ കൂടെ നിന്ന് ഓണറായിട്ടുള്ള ഒരു നെഗോസിയേഷൻ്റെ സംസാരത്തിലും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ പർപ്പസിന് ആവശ്യമായുള്ള പേപ്പർ വർക്കിനും അതുപോലെ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യും. ഒരു വീടെടുത്ത് കഴിഞ്ഞതിന് ശേഷം പോകുന്ന ഒരു ബ്രോക്കറെ പോലെ അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററെ പോലെ ആയിട്ട് ഞങ്ങളെ കാണേണ്ട ആവശ്യമില്ല. ആഫ്റ്റർ സർവീസിനും നിങ്ങൾക്ക് ഏത് സമയത്തും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈറ്റ് വിസിറ്റിനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.